हमें बहुत तंग कर रहे जी। अगर हमारा खोपड़ी उड़ गया ना, इनको ऐसा हाल कर दूंगा हम जी। ये लो। हाँ बക്കർക്ക ഇവന്മാരെ കൊണ്ട് തോറ്റു ബക്കർക്ക. രാത്രി അവന്മാർക്ക് ഉറക്കമില്ല. ആ രാജ ഹിന്ദുസ്ഥാനി സിനിമ എത്ര പ്രാവശ്യം കണ്ടെന്നറിയോ? മടുത്തെനിക്ക്. പകല് മറ്റേ ഊണ് കഴിഞ്ഞിട്ടേ കുറച്ച് നേരം ഒന്ന് വീട്ടിലേക്ക് കത്തെഴുതാൻ എന്തെങ്കിലും ഇരിക്കുമ്പോൾ ഇവന്മാർക്ക് ലൈറ്റ് ഓഫ് ആയി കിടന്നുറങ്ങണം. എനിക്കാണെങ്കിൽ പകലുറങ്ങി ശീലമില്ല. നിങ്ങൾക്ക് അറിയില്ലേ? പുറത്ത് പോകാൻ പറ്റില്ല, ചൂടല്ലേ, നിങ്ങൾക്ക് അറിയണല്ലേ. നിങ്ങൾ എന്തെങ്കിലും വഴി ഉണ്ടാക്കി. ആ അതിലാകെ പൊടിയും വളവും എന്തൊക്കെയോ കച്ചറൊക്കെയാണ്. പറ്റും, വൃത്തിയാക്കാം. ആ ഓക്കെ ശരി. ഏതോ കലാകാരൻ ജനിച്ചോളുന്ന റൂമാണെന്ന് തോന്നുന്നു. ഈ സ്വകാര്യത നെസി, നീയും കൂടെ ഉണ്ടായിരുന്നീ പിന്നെ ഇതല്ലേ സ്വർഗം. നിന്റെ മനസ്സ് ഇത്രയ്ക്ക് കല്ലായോ? 2 ആഴ്ച കൂടുമ്പോഴേ ഒരു കത്തയച്ചൂടെ നിനക്ക്? ഈ പച്ചപ്പിയാസിനെ ഞാൻ കൊല്ലും. തുറക്ക. എന്താ ഉദ്ദേശം? എന്താ പാട്ടാക്കാനാ? വല്ല ബംഗാളി പാട്ടാവും. ആഹാ, കാര്യമായിട്ടാണല്ലോ. വെച്ചോ. আসসালামু আলাইকুম। কেমন আছো আম্মা? বাবা মা কেমন আছে? সবাই ভালো। আসি তো, আমি আল্লাহর রহমতে ভালো আছি। এখানে কম বেশি পরিশ্রম। মা, তোমরা সব ভালো করে থাকবে। এখানে কাজ কম হচ্ছে, তোমাদের জন্য সবসময় মন পড়ে। আব্বাকে আমার ভালো থাকতে বল। কবিতার জন্য মন খারাপ তোমরা করো না। Congratulations receivers. സഡനമായ പ്രതികരണത്തിന് ശിവാക്ക് with double cassette recorder സമ്മാനം. എബ്രഹാം തോമസിന് വിലാസം ശിവാക്ക് സ്മാർട്ട് ഗെയിം റേഡിയോ ഏഷ്യ PO Box 588 ദുബായ് UAE fax number 446124 ദുബായ്. अस्सलाम वालेकुम साहब भाई। वालेकुम सलाम। रहना खुबूस। यह हिसाब पूरा करके जी ये लेना, ले लो। पेन दीजिए। वो देखो, वो कबूस का ना? हाँ। हे हिसाब के बाद भाई साहब आराम करो। जी हाँ, शुक्रान जी, लीजिए। ओके जी, चलो शुक्रिया। दियो। आपको खुबूस है ना? हाँ। खुबूस लेगा। ये पूरा आपको है, खाओ। वो क्या? आओ भाई साहब, खाने का बात कर रहे हैं ना। आइए।
Yeah, Frenchie. Ooh, yeah, Frenchie. Yo, got a bada. Dun 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 dun. Ah. മലയാളം അറിയില്ലേ? നോണ പറയല്ലേ? സത്യം പറ. സത്യമായിട്ടും അറിയില്ല. ആ ശരി, ഞാൻ പോട്ടെ കേട്ടോ. അല്ല, ഈ ഏഴയുടെ കാര്യം ഞാൻ ഉപ്പയോട് പറയട്ടെ. എന്നോട് ഇഷ്ടമില്ലെങ്കിൽ പറഞ്ഞു. സുലൈമാനെ, ഞാനിപ്പോൾ ഭയങ്കര ഹാപ്പിയാടാ. എന്തു പറ്റി? ഈ പുറത്തൊക്കെ ചൂടുണ്ടെങ്കിലും ഉള്ളിൽ കൂൾ ഡ്രിങ്ക്സ് ഒഴുകണ സുഖം. കൂൾ ഡ്രിങ്ക്സ് അത്ര നല്ലതല്ല, നീ കാര്യം പറ. ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ സ്വന്തമായി റൂമായതിനു ശേഷമേ പുറത്ത് പോകുന്നത് ഭയങ്കര സുഖമാണ്. മുസ്തഫ അറിയുന്നില്ല. പിന്നെ ഫിദയില്ലേ, നമ്മുടെ ഗുലാമിൻ്റെ മോള്, അവൾക്ക് എന്നെ ഇഷ്ടാടാ. അപ്പോൾ നെസിയോ? നെസിയോടുള്ള ഇഷ്ടമല്ല എനിക്ക് ഫിദയോട്, അത് ദിവ്യാനോടാകും. ഇത് എന്താ പറയാ, കഠിനമായ വെയിലത്തെ മരുപ്പച്ചൊക്കെ കാണുമ്പോഴുള്ള ഫീലില്ലേ? ഇത് മരുപ്പച്ചയല്ല, മരീചികയാണ്. ഇത് നല്ലതിനല്ല സമീറെ. ചുമ്മാ ഒരു നേരം പോക്ക്. ഇതൊന്നും ഇല്ലെങ്കിൽ ഞാനാകെ ഉണങ്ങിക്കരിഞ്ഞു പോവില്ലേ? എത്ര ആളിച്ചിട്ട് ആ രണ്ട് ബംഗാളികളുടെ മുഖം മാത്രം കണ്ടോണ്ടിരിക്കുക. നീ പേടിക്കണ്ട. പേടിക്കണം. നിന്നെ മാത്രം കാത്തിരിക്കുന്നൊരു പെണ്ണുണ്ട് നാട്ടിലെ. പിന്നെ ഒരു കുഞ്ഞു പെങ്ങളും ഒരു ഉമ്മയും വാപ്പയും. പിന്നെ ഞാൻ പൈസ എൻ്റെ അല്ലാതെ വേണ്ട പോലെ കൊടുത്തിട്ടില്ലേ? പറഞ്ഞ പോലെ തന്നെ ചെയ്യണം, ഇല്ലെങ്കിൽ എൻ്റെ അടുത്ത് നിങ്ങൊന്നും വീണ്ടും അയക്കണമെന്നുണ്ടാവുക കേട്ടോ. ശരി, എന്നാലേ ഞാൻ അടുത്ത വെള്ളിയാഴ്ച വിളിക്കാം. പണിയിലൊക്കെ തിരക്കിലായതുകൊണ്ടാട്ടോ. ഒരു നോവ് നിൻ കരളിലേറ്റുവെങ്കിലതേറ്റു പുളയുന്നു പേറ്റു നോവുള്ളൊരുമ്മ. ഹലോ, സെയ്തളപ്പല്ലേ? ആ, സമീറ. എൻ്റെ വീട്ടുകാരൊന്ന് വിളിക്കോ? ഞാൻ 10 മിനിറ്റ് ഞാൻ വിളിക്കാം. ആ ശരി. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്താ സമീറ വിശേഷമൊക്കെ? എന്ത് വിശേഷം, ഇങ്ങനെ പോണിക്ക. എന്താ സമീറ കഴിക്കാൻ വേണ്ട? നിങ്ങൾ 2 പൊറോട്ട അടിക്കി. 2 പൊറോട്ട കൊടുക്ക്. 2 പൊറോട്ട. ഒന്ന് വേഗം എടുക്കാൻ പറയട്ടാ. ഒന്ന് വേഗം എടുക്ക്. ഇത്തിരി കോഴിച്ചാറ് എടുത്തോട്ടാ. 10 പൈസ കൊടുക്കരുത്. നീ എന്ത് പറഞ്ഞേ? എടി, നിനക്ക് അറിഞ്ഞൂടാനോ പൈസ അയച്ചില്ലാന്ന് പറഞ്ഞാ പറയാൻ നിനക്ക്? ഞാൻ ഈ മരുഭൂമി കഷ്ടപ്പെടുന്നത് നിന്റെ ഏറെ ഉണ്ടായി കൊടുക്കാൻ വേണ്ടിട്ടാ. 10 പൈസ കൊടുക്കരുത്. കഴിഞ്ഞ പ്രാവശ്യം പൈസ വാങ്ങി തിരിച്ചു തന്നിട്ടില്ല. ആ, നീ പറയും പോലല്ല. ഈ മരുഭൂമി കഷ്ടപ്പെടുന്നത് നിനക്ക് അറിയാത്തോണ്ടാണോ? നീ കരയാൻ വേണ്ടി പറഞ്ഞതല്ല. നിനക്കറിയാത്തോണ്ടല്ലോ നമ്മുടെ വിഷമം. ആ, നീ പൈസ അനാവശ്യം ചെലവാക്കല്ല. കാറൊക്കെ വാങ്ങണോ? ഇങ്ങനെ അയിമൽക്ക് നോക്കിക്കണ്ട, ബെല്ലടിക്കും, അന്നേരം നോക്കാം. ഓനിക്ക് ജോലിക്കേറ്റം വല്ലതും കിട്ടിയാ? ആര് കണ്ട്? ഒരു അറബിന്റെ ഓഫീസിലാണെന്നാ പറഞ്ഞത്. എല്ലാം ശരിയാവും. അല്ലാ കരീം. ആരാച്ചാ വിളിച്ചോ? നല്ല വിഷമുള്ള പാമ്പാ. ഒരു മിനിറ്റ് വൈകിരുന്നെങ്കിലുണ്ടല്ലോ
ആരൊക്കെ കുരുത്തും പ്രാർത്ഥനയൊക്കെ ഉണ്ട്. يلا فاروق. ايه فاروق उस तरफ जा. شو هذا؟ سمير. അസ്സലാമലൈക്കും. ഇസ്ലാം. ഫക്കർ നിന്റെ ആരാ? മാമാടെ മോനാണ്. ഞാൻ മലയാളിയാണെന്ന് പറഞ്ഞത് അവനല്ലേ? ആ, ഞാനിപ്പോ ഇവിടുത്തെ പൗരനാ. മാത്രമല്ല നിന്നെ മാലിക്കും. മേലിൽ എന്നോട് മലയാളത്തിൽ സംസാരിക്കരുത്. বলছে ম্যাডাম शू सवीनी বলুন ম্যাডাম ওয়েট মাইক করছি ম্যাডাম ভুলে গেছি মাফি মাইক হিনি ওয়ালা হিনি এখনই করে شو দিচ্ছি هذا؟ شوف. ما سوي شيء يلا معي دي دو. মারেন মারেন আমি এখনই করছি يلا يلا മരുഭൂവിൻ തിരയല്ലേ മണലാരണ്യം കടലല്ലേ മഴയത്ത കൊമ്പത്തെന്നും ഉള്ളവരല്ലേ ബദറുൽ മുനീറു വന്നാൽ പ്രിയ ഹുസ്നുൽ ജമാലണഞ്ഞാൽ റഹ്മത്തിൻ കുളിരാൽ മർഹബ പാടും ഞങ്ങൾ ഏതൻ താഴ്വര തേടി അനുരാഗ കിളികൾ പാറി വിൺതാരകഹൂറികളേവരും ഒന്നായി പാടി ഏഴാം ബഹർ കടന്ന് 17-ാം രാവിലലിഞ്ഞ് അവരേഴ് നിറങ്ങളുമുള്ളൊരു മഴവില്ലായി പൂവിൻ ചിരിയിലും കാറ്റിൻ കുളിരിലും രാവിൻ അഴകിലും പാരിൻ തണലിലും ഒന്നായെന്നും ഒഴുകാനുള്ളവരല്ലേ ഇനി മർഹബ പാടാം. എന്നോട് നസിയെ കുറിച്ച് മാത്രം പറഞ്ഞാ മതി. അതിലൊരു ആജ്ഞയുടെ സ്വരം ഉണ്ടല്ലോ, അത് വേണോ? ആ വേണം. ഈ നാട്ടുകാരനല്ലേ, അതാ സൂചിക്കാത്ത. അല്ല, ഞാൻ ഈ നാട്ടുകാരാണെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? പിന്നെ അതെ, ഒരുപാട് കാലം മുൻപ് ഒരു വലിയ പായ്ക്കപ്പൽ വന്നിറങ്ങിയതാ ഞാനിവിടെ. ഈ മരുഭൂമിയിലൂടെ എന്റെ പുറത്ത് കയറി അവരൊരുപാട് ദൂരം സഞ്ചരിച്ചിട്ടുണ്ട്. ആര്? എന്റെ നാജിദും അവന്റെ സൈനയും. അവളീ നാട്ടുകാരിയായിരുന്നു. എന്നിട്ടെന്താ, ഞാനീ കിടക്കുന്നതിന്റെ അടിയിലാ അവരവനെ വെട്ടിയെരിഞ്ഞ് കുഴിച്ചു മൂടിയത്. എന്റെ നാജിദിനെ. ഇനിയൊരു നാജിദിനോട് കാവലിരിക്കാൻ എനിക്ക് വയ്യ. സമീറേ, ഈ ആരോടാ ഈ സംസാരിക്കണേ? അത് എന്താ ഇവിടെ? ഈ അത് കണ്ട് പേടിച്ചാ? നടക്ക്, ഈ വാ. ഒറ്റയ്ക്ക് മനുഷ്യന്മാരാരെങ്കിലും ഇവിടെ വന്ന് നിൽക്കുവോ? ഊഹാനിയുള്ള സ്ഥല. തീക്കാറ്റിൽ വേവുന്നെൻ തീരങ്ങൾ പൊള്ളുമ്പോൾ ഏകനായി ഞാൻ
പടച്ചോനെ, ഞാൻ മാത്രമാണോ തെറ്റുകാരൻ? അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കുന്നത് നിങ്ങൾക്ക് ഒരു പങ്കില്ലേ? പകുതി ഉത്തരവാദിത്തം ഞാൻ ഏറ്റോളാം, ബാക്കി പകുതി ഉത്തരവാദിത്തം എനിക്ക് തരല്ലേ. മറ്റൊരു നാജിദ് ആക്കല്ലേ റബ്ബേ. സലാമലൈക്കും. അലൈഹിസ്സലാം. എന്താ പോയി കരയാണോ? ഏയ്, വണ്ടി കാത്തുകണേ കേറിക്കോ, ആഹരി മസ്ജിദ് വരെ ഞാനുണ്ട്. കേറിക്കോന്ന്. എൻ്റെ പേര് ഹുസൈൻ, പട്ടാമ്പിയിലാണ് വീട്. അല്ല, എവിടേക്കാണ്? കാടിൻ്റെ ഉള്ളിൽ എൻ്റെ അർബാബിനൊരു മസ്ത്രയുണ്ട്, അവിടേക്ക് പുല്ലെത്തിക്കൽ എൻ്റെ പണി. പോരണ്ടാ? തിരിച്ചെന്നെ തോട്ടത്തിലെത്തിക്കോ, ടാക്സിക്ക് പോകാൻ പൈസ കൊടുത്തിട്ടില്ല. അപ്പൊ സംസാരിക്കല്ലേ? ഒറ്റയ്ക്കുള്ള യാത്ര മഹാബോറടി. നിന്നെ പരിചയപ്പെടാൻ കഴിഞ്ഞതിലും നീ കൂടെ വന്നതിലും വളരെ സന്തോഷമുണ്ട്. പേരിപ്പോഴും പറഞ്ഞില്ല നിങ്ങള്? സമീർ. എന്ത് വിഷമമുണ്ടെങ്കിലും നമ്മൾ വേറെ ആളോട് പറഞ്ഞാൽ കുറച്ച് ആശ്വാസം കിട്ടും. സ്വന്തക്കാരും ബന്ധുക്കളൊക്കെ നമ്മൾ തന്നെയല്ലേ ഇവിടെ. അയ്യോ, ആ പാട്ട് വേണ്ട. പിന്നെ ഞാൻ അരസികനൊന്നുമല്ല കേട്ടോ. ഇന്ന് എൻ്റെ മനസ്സ് വല്ലാത്തൊരവസ്ഥയിലാണ്. അതിൻ്റെ ഓളൊന്ന് ശാന്താവണം. ആയിക്കോട്ടെ. ഈ മരുഭൂമി പോലെ നമ്മുടെ മനസ്സ്, അതായത് പ്രവാസികളുടെ. എപ്പോഴാണ് കാറ്റും കോളും വരുന്നത്, എപ്പോഴാണ് ശാന്താവണമെന്ന് പറയാൻ കഴിയില്ല. കാറ്റും മഴയും വന്നൊന്ന് അടഞ്ഞു കിട്ടണതിനെ കുറിച്ചൊന്നും പറയരുത് പ്ലീസ്. സമീർ പാടൂ. ആസ്വദിക്കും. ഞാൻ ചെറുങ്ങനെ പാടും. പഴയ പാട്ടാ കൂടുതൽ ഇഷ്ടം. എന്നാ ഒന്ന് പാട്. ഓത്തുപള്ളിയിൽ അന്ന് നമ്മൾ. ആ പാട്ട് വേണ്ട. ഇക്കെന്റെ ക്യാരക്ടർ പെരുത്തിഷ്ടായിട്ടാ. ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാര്? अरे भाई जल्दी आओ ना. हाँ जल्दी जल्दी. ये लेके जाओ. लेके जाओ जल्दी. हाँ जल्दी जल्दी. जल्दी वापस आओ भाई. ഒന്ന് വേഗം വാ, ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് പോവാനായിട്ട്. വേഗം എടുത്തുകൊണ്ട് പോ. ആ ജൽദി ലേക്ക് ജാനക്ക. പോലെ അപ്പൊ ഇന്നൊക്കെ കഷ്ടപ്പാടുള്ളവരുണ്ടല്ലോ ഇവിടെ. ഇവരൊക്കെ കുളിച്ചിട്ട് എത്ര കാലായിച്ചിട്ടാ. അതെ, മെഡിക്കൽ കോളേജ് ചെല്ലുമ്പോൾ നമ്മുടെ അസുഖമൊന്നും ഒന്നുമില്ല എന്ന് മനസ്സിലാവണത്. അതെന്നെ കഥ.